ഹായ് ഹലോ എവരി വൺ. ആസ് യു ഓൾ നോ, അനുമോൾ കപ്പടിച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് നല്ല അരി കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1-2 മാസം കൊണ്ട് ഏറെക്കുറെ ഈ പി ആർ അങ്ങോട്ട് ലൈഫിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അനുമോൾ ഏറെക്കുറെ ഇങ്ങനെ ഒന്ന് എക്സ്പോസ്ഡ് ആയി തുടങ്ങുന്നതാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അനുമോളത് വരുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടും. കാരണം ഓടി വന്ന് നേരെ പോകുന്ന അഞ്ജന നമ്പ്യാരുടെ മുന്നിലേക്കാണ്. അവർ ചുമ്മാ ക്വസ്റ്റ്യൻസ് അങ്ങനെ വെറുതെ ചോദിച്ചു പോകുന്ന ആളല്ല എന്നുള്ളത് നമ്മൾ ഈ സീസണിൽ കണ്ടതാണ്. കുറച്ചൊക്കെ എറിഞ്ഞ് പിടിക്കും അവർ. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ നല്ല രസമായിരുന്നു. നെവിൻ്റെ ഇൻ്റർവ്യൂ വാസ് മച്ച് 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 ബെറ്റർ. ഗിസൈലിൻ്റെ അടിപൊളിയായിരുന്നു, ആര്യൻ്റെ അടിപൊളിയായിരുന്നു. ഈ സീസണിൽ അടിപൊളി ഇൻ്റർവ്യൂസ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. വിന്നർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഇത് നാടകം. അനീഷിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. വന്നു കഴിഞ്ഞാൽ അതും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അനീഷിൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അനുമോളുടെ ഇൻ്റർവ്യൂയുടെ പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. എന്തൊക്കെയാ അനുമോൾ പറയുന്നതെന്നുള്ളത്. ബൈ ദ വേ, ആസ് യു സീ ദ ടൈറ്റിൽ, അനുമോൾ ദി അതെ, ടൈറ്റിൽ വായിച്ചില്ല, അതെന്നെ സംഗതി. പക്ഷെ എനിക്ക് 100 ദിവസം തികയ്ക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്ക് പൂർത്തിയാക്കുന്നൊരു ജോലി ഇതുണ്ട് എനിക്ക്. അനുമോൾ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ? അതെ അതെ, ഉറപ്പായിട്ട് ഞാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചാല്, ഞാൻ മുമ്പൊക്കെ നോക്കുമ്പോൾ ആരും എന്റർടൈനർ ആയിട്ട് ആരും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു ഷോ ചെയ്ത് അതിലും എന്റർടൈനർ ആയിരുന്നു, അതിലേക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ കാരണം ഒരു സീസണിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ്, ചിരിച്ച് തമാശയൊക്കെ ആയിട്ട്. പിന്നെ എവിടെയെങ്കിലും വഴക്ക് നടക്കുന്ന അവിടെ എന്തെങ്കിലും കോമഡി ഒക്കെ കാണിച്ച്, അപ്പൊ ഫുള്ള് ഒരു ഫാമിലി സെറ്റപ്പിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ച് വന്നതാ. അതെ, കോമഡി ആക്കി എൻ്റർടൈൻമെൻ്റ് ആക്കി ഫാമിലി സെറ്റപ്പിൽ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ച് വന്ന അനുമോൾ അവിടെ കാണിച്ചു കൂട്ടിയത് ഇതൊന്നും ആയിരുന്നില്ല ഗൈസ്, അല്ലേ? ഞാൻ കണ്ടിടത്തോളം അനുമോളുടെ ഒരു ഫണ്ണി സൈഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ എല്ലാവരെയും കൊണ്ട് നടക്കുന്ന സൈഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ കണ്ടതെന്താ, ബാക്കിയുള്ളവരുടെ കുറിച്ച് അവരുടെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെട്ട് അവരെക്കുറിച്ച് അപരാധം പറയുക, എന്നിട്ട് ഒറ്റയ്ക്ക് പോയി മാറിയിരിക്കുക, സ്വയം ഒറ്റപ്പെടുക. ഈ പരിപാടിയല്ലേ കാണിച്ചു കൂട്ടിയിരുന്നേ. ആ ആളാണ് ഈ പ്ലാനുമായിട്ട് വന്നു എന്ന് പറയുന്നത്. നോ, ദ പ്ലാൻ വാസ് സെറ്റ്. ബിക്കോസ് ഈ അനുമോളുടെ ORM വിനു, PR വിനു തന്നെ പലപ്പോഴായിട്ട് പല വേദികളിലായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, എന്തിന് ഈ സീസണിൽ തന്നെ അനുമോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഒറ്റപ്പെട്ടു പോയവരെ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ മെൻറ്റാലിറ്റി അത് മാക്സിമം എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അത് മുതലെടുക്കാം. അതാണ് ഒരു കണ്ടസ്റ്റൻറ്റിന് ഇവർ കൊടുക്കുന്ന എന്ത് ക്ലാസ് എന്ന് പറയുന്നത്. കാരണം വിനു പറഞ്ഞു കേട്ടോക്ക്. കേട്ടല്ലോ, ലാസ്റ്റ് സീസണിൽ ജിൻഡോ, ഈ സീസണിൽ അനുമോൾ കഷ്ടപ്പെട്ട് അവരായിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് അപരാധം പറഞ്ഞും അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറി അവിടെ ചെന്ന് കൺസെപ്റ്റ് അടിച്ച് അങ്ങനെ ഇവരെന്ത് ചെയ്യും, സ്വയം കൊണ്ട് ഒറ്റപ്പെട്ട പോലെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട പോലെ അതിനകത്ത് നടക്കും. ഇത് പുറത്ത് വെളുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ORM അല്ലെങ്കിൽ PR പരിപാടി എടുക്കുന്ന വിനു അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പണി. എങ്ങനെ ഇരിക്കുന്ന പരിപാടി ഇതൊരു സിമ്പിൾ ഫോർമുലയാണ്. അടുത്ത വർഷമെങ്കിലും ജനങ്ങൾ ഈ ഫോർമുല ഒന്ന് തിരിച്ചറിയണം മക്കളെ. നിങ്ങൾ മനസ്സിലായി, ഇതൊന്ന് തിരിച്ചറിയണം. അല്ലാതെ എന്തിനിടെ ഇത് ഇങ്ങനൊരു ഫോർമുല മലയാളികളെ പറ്റിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാണാവുന്നില്ലേ? അടുത്തത് നമ്മൾ ഓഡിഷന് വിളിച്ചപ്പോ തൊട്ട് അവസാനം ഇവിടുന്ന് നമ്മൾ ബ്രീഫ് ചെയ്ത് കേൾക്കുമ്പോ വരെ അനുമോള് പറഞ്ഞു, ചേച്ചി ഞാൻ കരയില്ല, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു, ഞാൻ കരയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ചെന്ന് 2ാമത്തെ ദിവസം സ്റ്റേജിൽ ട്രോഫി കിട്ടിയപ്പോ വരെ കരഞ്ഞു. ഇന്നത്തെ ദിവസമേ ഞാൻ കരയണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കരഞ്ഞു പോയി. അത് ഇനിയിപ്പോ ആ സ്വഭാവം മാറും തോന്നുന്നില്ല. എനിക്ക് കരച്ചിൽ, എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയുന്ന ഒരാളാണ്. അനുമോളെ അങ്ങനെയുള്ള അനുമോളെ ആണല്ലോ ഇപ്പൊ ഈ 3. പക്ഷെ കരയുന്നത് ആർക്കും ഇഷ്ടമല്ല എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. അനുമോളുടെ അടുത്താണ് ട്രോഫി. അതെ അതെ അതെ, അല്ല കരയുന്നത് പോലും കരച്ചിൽ കാർഡാണ്, പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്, ഗെയിം കളിക്കുന്നതിൽ ഭാഗമായിട്ട് എടുത്തിരിക്കുന്നതാണ്. കളിക്കാൻ പോയത് ഗെയിം ആണല്ലോ. അതെ അതെ, പിന്നെ അത് കരച്ചിൽ കാർഡ് ആണെങ്കിൽ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ, കിട്ടിയവരുടെ യോഗം. ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പം കുറ്റപ്പെടുത്തിയത്, ഇപ്പം കരച്ചിൽ കാർഡ് എന്ന് പറയുന്നുണ്ട്, പിന്നെ കുരുസ്ത്രീ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഓരോ പേരുകളാണ് അവിടെ ഇടുന്നത്. അമ്മ, അമ്മാമ്മ, അമ്മച്ചി, അങ്ങനെയൊക്കെ. അതെ, കുരുസ്ത്രീക്ക് എന്താ പ്രശ്നം? അതെ തന്നെ.
കുലസ്ത്രീക്ക് എന്താ പ്രശ്നം, അമ്മയ്ക്ക് എന്താ പ്രശ്നം, അമ്മൂമ്മയ്ക്ക് എന്താ പ്രശ്നം. ആ വീട്ടിലുള്ള പലരുടെയും അമ്മേനെയും അമ്മൂമ്മേനെയും വിളിച്ച ആളായിരിക്കുന്നത്. എൻ്റെ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പോയി അടിച്ചു വിട്ട അനുമോളാണ് ഇപ്പോൾ പറയുന്നത് അവരും സ്ത്രീയല്ലേ. പിന്നെ കരച്ചിൽ കാർഡിൻ്റെ കാര്യം, നിങ്ങൾ കരച്ചിൽ കാർഡ് എടുക്കുകയായിരിക്കും അപ് ടു യു. ഇപ്പോൾ ഞാനും ബിഗ് ബോസിനകത്ത് എൻ്റെ ഡോഗ് മരിച്ച സമയത്ത് എനിക്ക് ഇമോഷണലി ഞാൻ കരയുണ്ട്. ചിലർക്ക് കരച്ചിൽ കാർഡാക്കാം, മനസ്സിലായോ? പക്ഷേ നമ്മുടെ ഇമോഷൻസ് എപ്പോൾ നമുക്ക് പൊട്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. കരയുന്നത് നല്ലതാണ്, കരഞ്ഞു, ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ബിഗ് ബോസ് ഹൗസിനകത്ത് ക്യാമറ മാത്രം നോക്കി ക്യാമറ ഫോക്കസ് ചെയ്യുന്നിടത്ത് പോയി ഇരുന്ന് സ്വയം ഞാനാണ് ഇതിൽ വിക്ടിം എന്ന് പറഞ്ഞിരുന്നത്. അതായത് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള അപരാധം മൊത്തം വിളിച്ച് പറഞ്ഞ് അവരെ മൊത്തം എന്ത് ചെയ്യുക, നമുക്കെതിരെ തിരിപ്പിച്ച്, എന്നിട്ട് അവർ ഷൗട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പോയിരിക്കുന്ന ആ പാറ്റേൺ, ഒറ്റപ്പെടൽ പാറ്റേൺ, കരച്ചിൽ കാർഡ്, അതിനാണ് കരച്ചിൽ കാർഡ് എന്ന് പറയുക. ലാലേട്ട് പ്രാവശ്യം കാർഡ് കീറി എന്നൊക്കെയാണ് പറയുന്നത്. അനുകൂലെടുത്ത കാർഡുകളുടെ ലിസ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കരച്ചിൽ കാർഡ്. മറ്റേതൊക്കെ ഹ്യൂമൻ ഇമോഷൻസ് ആണ്, ഒരു മനുഷ്യൻ്റെ ഇമോഷനാണ്. അത് നമുക്ക് എവിടെയും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, കരയുന്ന ഒരു തെറ്റുമല്ല. പക്ഷേ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ അനുമോളുടെ ഒരു മെയിൻ സാധനം വരുന്ന എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും ഇടിച്ച് കയറി ചെല്ലുക എന്നുള്ള പരിപാടി. ഇങ്ങനെയാണ് ആര്യൻ്റെ, ഗിസേലിൻ്റെ, ഇവരുടെയൊക്കെ പേഴ്സണൽ സാധനങ്ങളിലേക്ക് അനുമോൾ പോയി തുടങ്ങിയത് ആദ്യം. ഇത് ബാക്കിയുള്ളവർ ചോദ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ടോ ഈ ഫേസിലൊക്കെ അനുമോളുടെ ഒരു അവസ്ഥ എന്താ? അനുമോൾ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് അങ്ങോട്ട് കരയും. ആ വീട്ടിനകത്ത് അനുമോൾക്ക് ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ പറയാം. നമ്മൾ കണ്ടിട്ടുണ്ട് സോഫേൻ്റെ ഇടയിലായിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ന്യൂക്ക് ആൻഡ് കോർണറിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ അവിടെയൊക്കെ പോയിരുന്നിട്ട് ഇവർ പല പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. ഇവർ മനസ്സിലായോ, ക്യാമറ കാണാതെ പട്ടാ ഗേൾസ് ഗ്യാങ്ങും അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, അവർക്ക് ഹിഡൻ ആക്കിയിട്ട് അജണ്ടകൾ അല്ലെങ്കിൽ ഗെയിം സെറ്റ് ചെയ്യേണ്ട പരിപാടിയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കരച്ചിൽ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാണിച്ച് കരച്ചിൽ കാർഡ് ഇറക്കി എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്, മനസ്സിലായോ? പിന്നെ ഈ പറയുന്ന പോലെ പറയാം, ന്യായീകരിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് റീ എൻട്രി ഉണ്ടായില്ലേ? റീ എൻട്രി എല്ലാവരും അതും ഒരു ഏഴിന്റെ പണിയായിരുന്നല്ലേ? അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു, എനിക്കത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അത് നമ്മളൊക്കെ മനുഷ്യരല്ലേ, പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല. പുറമെ ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഒരാളെ നമ്മൾ ഇപ്പൊ ഞാനാണ് ഔട്ടായെന്ന് വിചാരിച്ചോളൂ, എനിക്ക് കിട്ടാത്തത് ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവര് എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല. വന്നപ്പോ തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അവരൊരു ടൈം നോക്കിയിരിക്കുകയായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്തിനാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇതൊക്കെ സാധാരണ നമ്മുടെ മനുഷ്യരാണ്, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പോലും. ചിലപ്പം ഇവരെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ വിചാരിക്കുന്നില്ല പുറത്ത് ഇവർ സംസാരിക്കുന്നതും ഇവര് റിയാക്ട് ചെയ്യുന്നത് ഇവർ കാണിക്കുന്നതൊക്കെ പുറത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ നെഗ് വരുമെന്നൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. പുറത്തിറങ്ങി ആദ്യം ഔട്ടായവരൊക്കെ പുറത്തിറങ്ങി റിയാക്ഷനിലൂടെയാണ് അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത്, ഞാൻ കാരണം, ഇവർ കാരണം, ഫുള്ള് ഞാൻ കാരണം എന്നുള്ള രീതിയിലാണ്. അപ്പം അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടാതെ അവർക്കും അവർക്ക് കിട്ടാതെ എനിക്കും കിട്ടില്ലെന്ന് ഉള്ളൊരു ആഗ്രഹം, അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നെ റിയാക്ട് ചെയ്യാൻ കാരണം എനിക്ക് പലപ്പോഴും തോന്നി. ഈ ബിഗ് ബോസിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറയുന്ന ഒരു സ്കീമാണ്, പുറത്ത് നിന്ന് ഈ കളി കഴിഞ്ഞ് അകത്ത് കയറിയവർ അവർ എക്സ് കണ്ടസ്റ്റൻസ് അകത്ത് കയറിയ സമയത്ത് അനുമോളെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് അടിച്ചു, ഒറ്റപ്പെടുത്തി. ആൻഡ് ഇപ്പോഴത്തെ അനുമോൾ പറയുന്നൊരു കാര്യം, എനിക്ക് ഇമോഷൻസ് ഇല്ലേ, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ, ഇവരാരും ആലോചിക്കുന്നില്ലേ ഞാനൊരു മനുഷ്യനാണെന്നുള്ളത്. അനുമോൾ അക്ബറിനെ മണക്കുന്നുണ്ട്, കുളിക്കുന്നില്ല, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ പറഞ്ഞ് അടിച്ച സമയത്ത് ഈ ഭാര്യ കല്യാണം അങ്ങനത്തെ സ്കീമൊക്കെ പറഞ്ഞിട്ട് വിഷം തുപ്പിയ സമയത്ത് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ അക്ബറിന് ഇതേപോലൊരു ഇമേജ് ഉണ്ട് എന്നുള്ളത്? ചിന്തിച്ചിട്ടില്ലേ? നെവിൻ്റെ ജെൻഡറിനെ കുറിച്ചിട്ട്, നെവിൻ്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ട്, നെവിൻ്റെ ഓർഫൻ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ വിളിച്ചു പറഞ്ഞ സമയത്ത് അങ്ങനെ മുഖം കണ്ട അറപ്പാന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നെവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അനുമോൾക്ക് മനസ്സിലാത്തതുണ്ടായിരുന്നില്ലേ ഈ പറഞ്ഞ രീതിയിൽ? എന്താ പറയുക, നെവിന് ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എൻ്റെ ഫാൻസ് നെവിനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഗിസേലിൻ്റെ ആര്യൻ്റെ ഇഷ്യൂവിൽ, ഗിസേലിനെ പിന്നെ ആദ്യം മുതലേ CID പോലെ പിന്നാലെ കൂടി ഉണ്ടായിരുന്നു. ആൻഡ് ഗിസേലിൻ്റെ ആര്യൻ്റെ ഇഷ്യൂവിനകത്ത് സദാചാര പരിപാടി കാണിച്ചപ്പോൾ ചിന്തിച്ചിട്ടില്ലേ അവർക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടായിരുന്നു എന്നുള്ളത്? അപ്പാനി ശരത് ആൻഡ് ബിൻസി വിഷയത്തിൽ ആൻഡ് രേണു സുധി പേൻ വിഷയത്തിൽ
ഇങ്ങനെ എത്ര വിഷയത്തിലാണ് അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസിൽ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് അനീഷിനെ ഉമ്മ ഫ്ലൈയിങ് കിസ് കൊടുത്തും ഹാർട്ട് കാണിച്ചും ഇച്ചായാന്ന് വിളിച്ചും അയാളെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കുന്ന രീതിയിൽ വരെ ഇപ്പോൾ അയാളുടെ ഗെയിമാണ് പ്രപ്പോസൽ എന്ന് ചോദിച്ചോ, എന്നാലും ആ രീതിക്ക് അയാളെ കൊണ്ടുവരുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഗെയിമിനെ കുറിച്ച് അയാളെ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളാക്കി മാറ്റിയപ്പോൾ നിങ്ങൾ ആലോചിച്ചില്ലേ ഇവർക്കൊക്കെ പുറത്ത് നിങ്ങളെപ്പോലെ തന്നെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് എന്നുള്ളത്. പിന്നെ നിങ്ങൾ എന്തിന് ഇത്ര കൺസേൺ ആവുന്ന പേഴ്സണൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് നിങ്ങൾ PR അല്ല വെച്ചത്, ORM വെച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കപ്പടിച്ചല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു ധൈര്യം എന്തായിരിക്കും? ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജർ. ഓൺലൈനിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ, അതായത് നിങ്ങൾക്കെതിരെ വരുന്ന സാധനങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വിനുണ്ട്. ബാക്കി കണ്ടസ്റ്റൻസിന് അതില്ലല്ലോ. നിങ്ങൾക്ക് ബാക്കി കണ്ടസ്റ്റൻസിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ പറയാം, അവർക്ക് നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൽക്കില്ല. ഇതായിരുന്നു നിങ്ങളുടെ ധൈര്യം. കുറച്ച് ചോദ്യങ്ങൾ അനുമോളോട് ചോദിക്കാനുണ്ട്. അല്ല അനുമോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി കണ്ടസ്റ്റൻസൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി ബാക്കിയുള്ളവരൊക്കെ എന്നെ അങ്ങനെയാക്കി എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ ബാക്കിയുള്ളവരോട് ചെയ്തത് എന്താ? എൻ്റെ അനുമോളെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കം ആൻഡ് ഫേസ് ദ റിയാലിറ്റി, ദ റിയൽ വേൾഡ്. എന്നോട് ഒരാൾ പറയാണ് നീ എന്റെ കൂടെ നിൽക്കുന്ന എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുമ്പോൾ എനിക്കും ഓട്ടോമാറ്റിക്കലി ചെറിയ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലായി. അപ്പം അതിന് ഗെയിമിന് വേണ്ടി നമുക്ക് അതിന് വേറെ ഏത് രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. മനുഷ്യർക്ക് ഇപ്പം ഗെയിമിന് വേണ്ടിയിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ ഫെയിം നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രീതിയിൽ. അപ്പൊ അവര് ചിന്തിച്ചെടുക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് കുറെ. അതായത് നമ്മൾ ചിന്തിച്ചെടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് ഓപ്പോസിറ്റ് സൈഡുള്ള ആൾ ചിന്തിച്ചെടുക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഇത്ര. ഈ അനുമോളും ജിൻഡോവും തമ്മിലുള്ള, അതായത് കഴിഞ്ഞ സീസണിലെ വിന്നറും ഈ സീസണിലെ വിന്നറും തമ്മിലുള്ള ഭയങ്കര വലിയൊരു സിമിലാരിറ്റി എന്താ പറയുക, ഇവരൊരു കാര്യം അങ്ങോട്ട് പറയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് കൊള്ളാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരാളെ മറയാക്കി ക്യാമറ ത്രൂ അല്ലെങ്കിൽ ഇവരാണ്ട് പറയും. ആ പറഞ്ഞ കാര്യത്തിന് നമുക്കൊരു 100 മീനിങ് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആലോചിച്ച്. ഇതിപ്പോൾ ആദിലാനൂറയുടെ കേസാണ് പറയുന്നത്. ഏത് ഫെയിമിന് വേണ്ടി ആദിലാനൂറ എൻ്റെ ഒപ്പം, അവരും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിൻ്റെ ഒപ്പം ഫെയിമിന് വേണ്ടിയാണോ കൂടിയേ. അത് ഒറ്റ ചോദ്യം, നിങ്ങൾ എൻ്റെ ഒപ്പം കൂടിയത് എന്തിനാണ് എനിക്കറിയാം. ഇതിനകത്ത് അനുമോൾ പറഞ്ഞ പോലെ ആർക്ക് എന്ത് മീനിങ് വേണമെങ്കിലും കൊണ്ടുവരാം. ഇത് ഏറ്റവും വലിയ ഒരു കള്ളൻ്റെയോ കള്ളത്തിൻ്റെയോ ലക്ഷണമാണ്. ഇപ്പം ഞാൻ സീസണൊക്കെ കഴിഞ്ഞിരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ആദിലാനൂറ നല്ല ഫെയിമുള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് വോട്ട് ബാങ്ക് ഉണ്ട്, ഭയങ്കരമായിട്ട് അവർക്ക് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ആംഗിൾ വരികയാണ്, അനുമോളുടെ ഫെയിമിനോ അല്ലെങ്കിൽ അനുമോളുടെ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആദിലാനൂറ ഒപ്പം കൂടി എന്ന് പറയുമ്പോൾ വേറൊരു ആംഗിൾ ചിന്തിച്ചൂടെ? ഇത്രയും, അതായത് ഈ ഷോൻ്റെ സീസൺ 1 മുതൽ സീസൺ 6 വരെ നിങ്ങളെടുത്ത് നോക്കിയോ, പല സീസണുകളിലും കമ്മ്യൂണിറ്റീസ് വരുന്ന സമയത്ത്, ഓക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചർച്ച നടക്കുന്ന സമയത്തൊക്കെ കിട്ടുന്ന ഒരു ഭയങ്കര വിസിബിൾ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സപ്പോർട്ട് സിസ്റ്റം ഒരു സീസൺ 4, 5, 6 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രോങ് ആയി. മനസ്സിലായില്ലേ? അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു സമയത്ത് ആ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന 2 പേരാണ് ആദിലാനൂറ എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ അവരെ യൂസ് ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ നിഷേധിക്കുമോ? അല്ലെങ്കിൽ അതിനെന്ത് ഉത്തരം പറയാൻ പറ്റും നിങ്ങൾക്ക്? ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ നമുക്ക് പ്രിട്ടൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ അനുമോൾ ഇങ്ങനെ സാധനം അറിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സാധനം നമുക്ക് അനുമോളോട് ചോദിച്ചൂടെ? നിങ്ങളപ്പോൾ അവർ പിന്നാലെ പോയത് കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ സ്പ്ലിറ്റാക്കി വാങ്ങാനോ വേണം. ഗെയിം ഫോർ എ ഗെയിം എന്ന് പറഞ്ഞ പോലെ ആയിക്കൂടെ? അടുത്ത കേൾക്കാം. എന്തായിരുന്നു ജിസേലിന്റെ അടുത്ത് ആ സമയത്ത്? അതെന്താന്ന് പറഞ്ഞാല് ജിസയില് മാത്രം റൂൾസ് തെറ്റിക്കുന്നതായിട്ട് കണ്ടു. ഇപ്പൊ നമ്മളിപ്പോ എല്ലാരും മേക്കപ്പ് ഒക്കെ ചെയ്ത് എപ്പോഴും ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പോലും നമുക്ക് പറ്റത്തില്ല. അതെ അതെ, ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഗേൾസിന് പറ്റത്തില്ല. അപ്പൊ പുള്ളിക്കാരത്തിക്ക് മാത്രം എന്താന്നുള്ളൊരു പ്രശ്നം. കാരണം ബിഗ് ബോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒന്നും ഉപയോഗിക്കും, എല്ലാവർക്കും ഒരുപോലെയാണ് ലിപ്സ്റ്റിക്. വലിയ പ്രശ്നം. അതും ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ പോയതാട്ടോ. അല്ലാതെ മനഃപൂർവ്വം ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കാണിച്ച് പോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് ഞാനൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പാടില്ല, റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കർശനമായിട്ടൊരു നടപടി എടുക്കണമെന്ന് തന്നെ തീരുമാനിച്ച് ഞാൻ ഫുള്ളി പിറകെ CD പണി തുടങ്ങി. ഗിസേലിൻ്റെ വിഷയത്തിൽ അനുമോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ റൂൾസ് ബ്രേക്ക് ചെയ്തു കണ്ടന്റിന് വേണ്ടിയിട്ട്. അത് വെരി ക്ലിയർ ആണ്, കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അനുമോൾ ചെയ്തതെന്നുള്ളത്.
ലിറ്ററലി ഒരു കണ്ടസ്റ്റൻറ്റിനെ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ മുഖത്തേക്ക് ടിഷ്യൂ പേപ്പറും കൊണ്ട് തോണ്ടാൻ പോയ അനുമോളാണ് ഈ കടന്ന് മെഴുകി വർത്താനം പറയുന്നത്. ദിസ് ഈസ് ദ വിന്നർ. ഇതാണോ നിങ്ങളെ വിന്നർ? ഇതാണ് നിങ്ങളെ വിന്നർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്വാളിറ്റി ഇല്ലാത്ത വിന്നറാണ്. കണ്ടൻറ്റിന് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വിന്നർ. എന്ത് ഉത്തരവാണ് ഇത്? അവിടെ ബിഗ് ബോസ് ഉണ്ട്, ലാലേട്ടനുണ്ട്. ഒരു കണ്ടസ്റ്റൻറ്റ് നിയമം തെറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടുപിടിച്ച് അവിടെ പറയാം. ഹൗസ് ക്യാപ്റ്റൻ ഉണ്ട്, അവിടെ പണിഷ്മെൻ്റായിട്ട് ജയിലുണ്ട്. നിങ്ങൾ എന്തിനടാ അവരുടെ പേഴ്സണൽ സ്പേസിൽ ഇടിച്ച് കയറി ചെല്ലേണ്ട കാര്യമുള്ളത്? അപ്പം അങ്ങനെ കളിച്ച ഒരാളാണ് ഇപ്പം എന്താ വന്ന് പറയണേ കണ്ടിട്ട്. അപ്പോൾ അനുമോൾ ആരോട് വേണി ഏണി പിടിക്കാൻ ചെന്നാലും അത് കണ്ടൻറ്റാണ്, അത് ഗെയിമാണ്. തിരിച്ച് അനുമോൾ എടുത്ത് വരുമ്പോൾ അത് ഒറ്റപ്പെടുത്തല. എൻ്റെ അനുമോൾ ഒറ്റപ്പെടുത്തി, ഞാൻ ഒറ്റപ്പെട്ടു. എടേ നമ്മളെ കൊണ്ട് ആവില്ലടി ഇങ്ങനെ ഗെയിം കളിക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ സീസണിൽ പറയല്ലോ, എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ്. നമുക്കൊക്കെ സ്ട്രെയിറ്റ് ആണ്. അതായത് നമുക്കിതുപോലെ ഇത്ര വലിയ ഡ്രാമ കിങ് ഓർ ക്യൂനോ ആവാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. മനസ്സിലായോ? നമ്മളൊക്കെ റിയലാണ് ഭയങ്കരമായിട്ട്. ആ റിയലായിട്ടുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ റിയാലിറ്റിയിൽ ജീവിക്കുന്നവർക്ക് പറ്റില്ല. ബിക്കോസ് അവരെപ്പോഴും ടി വി കാണുന്ന ഒരു സാധനത്തിന് ഭയങ്കര എന്താ പറയുക, സിനിമ സീരിയൽ ലെവലിലാണ്, ഒരു വേറെന്തോ ലോകത്തിരുന്ന് കാണുന്ന പോലെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോവിനകത്ത് റിയൽ ആയിട്ടുള്ള ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇതുപോലുള്ള ഡ്രാമ ടീംസിനെ കൊണ്ടു നടക്കാൻ കുറേ പേര് കാണും. അടുത്ത കാണാം. എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? ഞാൻ പറയാം. ഇതിപ്പം ഞാൻ വന്ന ടൈമിൽ PR കളിയാക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് എനിക്കറിയാം, എനിക്ക് PR ഇല്ല ഞാൻ ആരും പറഞ്ഞില്ല. ഞാൻ എല്ലാം ചിരിച്ച് കളയത്തുള്ളൂ. കാരണം ഇവിടെ വരുന്നതിന് മുന്നേ എനിക്കറിയാം എല്ലാവർക്കും PR ഉണ്ടെന്ന്. പക്ഷെ അതെനിക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ PR എടുത്തിട്ടുള്ളവർ തന്നെ എന്നെ കളിയാക്കുന്നുണ്ട് PR എന്ന്. അപ്പം എന്നെ ഈ PR ഇവിടെ വരുന്നതിന് മുന്നേ കുറേ പേര് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന മീഡിയക്കാര്, അല്ലെങ്കിൽ എനിക്കറിയാത്ത കുറേ പേരൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരു 10-25 പേരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ അറിയില്ല, മനസ്സറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ PR അനു പേയ്മെന്റ് ഒന്നും തരണ്ടാന്ന് പോലും പറഞ്ഞവരുണ്ട്. ഒരു 3-4 പേര് തരണ്ട, ഫെയിം മാത്രം മതി, അനുവിനെ ഇവിടെ വരെ എത്തിച്ചു, ഇത്ര ദിവസം വരെ നിർത്തി. എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? അനുമോളുടെ അടുത്ത് വിളിക്കുന്ന ഒരാൾ പൈസ ഒന്നും വേണ്ട, അനുമോളായതുകൊണ്ട് ഞങ്ങൾക്ക് അനുമോളെ ഇതുവരെ എത്തിച്ചെന്നുള്ള ഫെയിം മതി. എന്ത് ഫെയിം? ഈ വർഷം വിനുവിൻ്റെ കാര്യം ഞാൻ എടുത്തിട്ടപ്പോൾ, അല്ലെങ്കിൽ ചിന്ത, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ കാര്യം ഞാൻ എടുത്തിട്ടപ്പോൾ, അനീഷിൻ്റെ PRൻ്റെ കാര്യം ഞാൻ എടുത്തിട്ടപ്പോഴാണ് ആളുകളുടെ മുന്നിലേക്ക് ദ സോ കോൾഡ് PRകൾ പുറത്തു വരുന്നത്. നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ പുറത്തു വരൂ. ഇവരാരും പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇവർ പുറത്ത് വന്നവർക്ക് അറിയാം ഇത് ഭയങ്കര സീനാണ് വിഷയം എന്നുള്ളത്. അല്ലാതെ ഇത് മറ്റേ ഉസൈൻ ബോൾട്ടിനെ ഒരു 1000 ദിവസം ട്രെയിൻ ചെയ്യിച്ച് ഒളിമ്പിക്സിൽ ഇറക്കി ഗോൾഡ് മെഡൽ അടിച്ച മറ്റേ അടുപ്പിച്ച് കൊടുക്കുന്ന കോച്ചിനെ പോലൊന്നുമില്ലല്ലോ. ആണോ? അങ്ങനെയല്ല പരിപാടി. നിങ്ങൾക്ക് വേണ്ടി ബാക്കി കണ്ടസ്റ്റൻസിനെ മൊത്തം അടിച്ച് തമർത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ പരിപാടി എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കുറേ എന്താ പറയുക, എങ്ങനെ അതിനകത്ത് നിൽക്കണം എന്നുള്ളത് മാനിപ്പുലേറ്റഡായിട്ട് പഠിപ്പിച്ചു വിടുന്ന ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ആരും വന്നിട്ട് എക്സ്പോസ്ഡ് ആവാൻ താല്പര്യപ്പെടില്ല ഒന്നാമത്. അപ്പം നിങ്ങളെ വിളിക്കുമ്പോഴുള്ള ആൾക്കാർ ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ PR ആയിട്ടിരിക്കാം, പക്ഷെ നിങ്ങളെ ജയിപ്പിച്ചു എന്നുള്ള ക്രെഡിറ്റ് മാത്രം മതി. അങ്ങനെയൊക്കെ പണിയെടുക്കുന്നവരുണ്ടോടി? ഇവിടെ കാശ് കൊടുത്ത് വോട്ട് പറിക്കണ്. ആൻഡ് അതല്ലാതെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ കാശ് വേണം. അനുമോളായതുകൊണ്ട് എന്തോ വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതുകൊണ്ട് കാശൊന്നും വേണ്ട, അനുമോൾ ഞങ്ങളൊപ്പം നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരണം ദയവ് ചെയ്ത്. അത്രയും വലിയ ഗാന്ധിയന്മാരുണ്ടോയെന്ന് അറിയണല്ലോ ഈ നാട്ടിൽ. എന്താലേ ഭയങ്കര ഭീകരമായ തള്ളാണ്. PR ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ അനു എന്നുള്ളൊരു കുട്ടി വന്നു, ഒരു കണ്ടസ്റ്റന്റ് വന്നെങ്കിൽ അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞ PR ഒരിക്കലും എന്താ പറയണ്ടത് ജയിപ്പിച്ചെടുക്കാൻ എത്ര ലക്ഷം, കഴിഞ്ഞാൽ 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മള്. അപ്പം എനിക്കിവിടെ വരണതിന് മുന്നേ എനിക്കറിയാം, എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത്രയും പേരെ എല്ലാവരും നോക്കിയിരുന്നു ആരൊക്കെ വരുന്നത്. എനിക്ക് എന്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം അത് ഫുൾ എന്റർടൈനർ ആയിട്ട് നിൽക്കണമെന്നാണ് ആഗ്രഹം. ഇടേ പറയുന്ന കാര്യത്തിന് ആദ്യം ഒന്ന് ഉറച്ച് നിൽക്കാൻ അനുമോൾ പഠിക്കണം. ആദ്യം പറയുന്നു 100 ദിവസം നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ പഠിച്ചു വന്നു. പിന്നെ ഇതേ ഇൻ്റർവ്യൂ തന്നെ പറയുന്നു അത് എനിക്കങ്ങനെ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ഇൻ്റർവ്യൂ തന്നെ പറയുന്നു എനിക്ക് ബാക്കി കണ്ടസ്റ്റൻറ്റിനൊക്കെ അറിയാം, PR എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കി കണ്ടസ്റ്റൻ്റ്, അപ്പോൾ അവരെക്കുറിച്ചൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്
ഞാൻ എന്ത് ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. ഇതിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താ? യു ബ്ലഡി വെൽ നോ ഹൂസ് ഗോയിങ് ടു കം വിത്ത് യു. മനസ്സിലായ? വൈൽഡ് കാർഡ് അടക്കമുള്ള സെറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? ചോദ്യമാണ്. നാളെ നാട്ടിൽ ചോദിച്ച് ഉത്തരം പറയേണ്ടി വരും. ഇനി ഓക്കെ, പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടിട്ടോ ബാക്കി കണ്ടിട്ടോ നിങ്ങളത് ഓക്കെ അസ്യൂം ചെയ്തു ഇത്ര പേര് വരും എന്നുള്ളത്. ഒരു ഗെയിമും അവർക്ക് എതിരെ ഇല്ലാതെ അനുമോള് കയറുമോ? ഇത്രയൊക്കെ പറയുന്ന അനുമോൾ എന്താണെങ്കിലും അതിനും കൂടി പ്രിപ്പയർ ആയിട്ടേ കയറും. അപ്പോൾ യു ആർ വെൽ ട്രെയിൻഡ്. മനസ്സിലായി? നിങ്ങൾ വെൽ ട്രെയിൻഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ വളരെ ഇങ്ങനെ വെറുതെ പോണ വഴിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വന്ദേ ഭാരത് പോണ വഴിക്ക് ഏഷ്യാൻ്റെ ടീം വാ മോളെ അനുമോളെ വാ ബിഗ് ബോസ് ഒന്ന് കളിച്ചിട്ട് പോകുന്നു പറഞ്ഞാൽ ഇറക്കി കൊണ്ടുപോയതൊന്നുമല്ലല്ലോ. അങ്ങനെ വന്ന് കയറിയതൊന്നുമല്ല. അത് നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. അനുമോൾ ആൻഡ് ടീം അത് വിശ്വസിക്കുന്ന അന്തങ്ങൾ കാണുമായിരിക്കും. കഷ്ടപ്പെട്ടിരുന്ന് നല്ല രീതിയിൽ ഇത് പഠിച്ച് ഒറ്റപ്പെടൽ എങ്ങനെ ആവാം, എങ്ങനെ ഒറ്റപ്പെടാം. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ അതിനകത്ത് കണ്ടൻറ്റ് കൊടുത്താലല്ലേ പി ആറിന് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ ജീവിതം ഒരുമാതിരി പിച്ച് ചീന്താൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു അതിനകത്ത് ഇരുന്നിട്ട്. മനസ്സിലായോ? അതെന്തിനു ചെയ്യുന്നു? അനീഷ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരാളെക്കുറിച്ചും ബാക്ക് സ്റ്റാബ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു രീതിയിലും എവിടെയും ഒരാളെ അയാൾ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല. ഒരാളെ അയാൾ വലിച്ച് നീന്താൻ ഇട്ട് കൊടുത്തിട്ടില്ല. ആകെ നിങ്ങളുടെ ഒരു പ്രപ്പോസൽ കേസ് മാത്രമേ അയാളുടെ സീനിൽ വന്നിട്ടുള്ളൂ. അങ്ങനത്തെ ഓരോ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഫൈനൽ വരെ നിന്നവരുടെ കാര്യമായിട്ടോ പറയുന്നത്. അക്ബറിനെ എപ്പോഴും കുത്തിത്തിരിപ്പ് മാനിപ്പുലേഷൻ, കുത്തിത്തിരിപ്പ് വില്ലൻ എന്ന് പറയും. അക്ബർ ഗെയിമിനെ അസസ് ചെയ്തേ സംസാരിച്ചുള്ളൂ. എല്ലാവരുടെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് വലിച്ചിട്ടൊന്നും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെയുള്ള കുറേ കണ്ടസ്റ്റൻസ്. നെവിൻ ഭയങ്കര അൺഎത്തിക്കലായിരുന്നു. എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് തോട്ടിലിറണ്ടാ കളിച്ചത്. ഒരാളുടെ പേഴ്സണൽ ലൈഫ് വലിച്ചിട്ട ഒരു സീൻ വന്നിട്ടില്ല നെവിൻ ഇതുവരെ. ഭയങ്കര റെയർ ആയിരിക്കും. ഇനി 1-2 സിറ്റുവേഷനിൽ ചിലപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലാതെ അവൻ അങ്ങനെ ഒരു സാധനം. അങ്ങനെ കുറേ പേരുണ്ട്. ഗിസേൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഗിസേൽ. ആര്യൻ ഒരാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ടിട്ടില്ല. പക്ഷെ നിങ്ങളെന്താ ചെയ്തേ? എല്ലാവരുടെ പേഴ്സണൽ സ്പേസ് ഇടിച്ച് കയറി അവരുടെ സദാചാരത്തിനെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ പേഴ്സണൽ സാധനങ്ങളാണ് നിങ്ങൾ അടിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് ഇല്ല, ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. അതിപ്പം ഇപ്പൊ പ്രേക്ഷകർ ചിലപ്പോ 1 മണിക്കൂറായിരിക്കും ഷോ കാണുന്നത്. ഇപ്പം ബിഗ് ബോസിനൊക്കെ മനസ്സിലാവും അവിടെ ഞാൻ കിടന്ന് അനുഭവിക്കുന്ന എന്തൊക്കെയാണ്. ഇത് ഞാൻ എൻ്റെ ഇവിടുത്തെ ചായക്കപ്പ്. ഇത് ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വീഡിയോ ഉള്ള കപ്പാണ്. ഇതെനിക്ക് കിട്ടില്ല. ഓക്കെ. ഇപ്പോൾ അനുമോള് പറഞ്ഞല്ലോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അവിടെ. എങ്ങനെ അനുഭവിച്ചേ? എനിക്ക് അനുഭവിച്ചാലേ കപ്പ് കിട്ടൂ. അപ്പോൾ അനുഭവിക്കണമെങ്കിൽ ഞാൻ എന്താ വേണ്ടേ? എല്ലാവരെയും ഞാൻ വെറുപ്പിക്കാൻ ഞാൻ എന്താ വേണ്ടേ? എല്ലാവരെക്കുറിച്ചും ഞാൻ പറയണം. എല്ലാവരുമായിട്ടും ഞാൻ അടി ഉണ്ടാക്കണം. ഒരു സൈഡിൽ അനീഷ് ഈ സംഗതി കുറേ വർഷങ്ങൾ ഇരുന്ന് പഠിച്ചൊരു പാറ്റേണൊക്കെ ബിൽഡ് ചെയ്ത് വന്നു. പക്ഷെ അനീഷിൻ്റെ പാറ്റേണിൻ്റെ അകത്തൊരു പ്യൂരിറ്റി ഉണ്ടായിരുന്നു. വേറെ ഉള്ള കണ്ടസ്റ്റൻറ്റിന് എന്ത് ചെയ്യില്ല, മാനസികമായും അല്ലെങ്കിൽ പേഴ്സണലിയും ഒരു കണ്ടസ്റ്റൻറ്റ് ഇടിച്ച് താത്തില്ലായിരുന്നു. നിങ്ങളെ സീൻ എന്തായെന്ന് അറിയോ? നിങ്ങൾക്ക് അവിടെ എന്ത് വില കൊടുത്തും കപ്പടിക്കണം. മനസ്സിലായി? ഇപ്പോൾ ഞാൻ ഈ കപ്പ് കാണിച്ചത് എന്തിനാ? ഞാൻ നാളെ ഈ ഹോട്ടലിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഹോട്ടലിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന സ്റ്റേ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് 4 ഒച്ചയും കൂടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ അടുത്തൊരു സെറ്റിൽമെൻറ്റിന് വരുമല്ലോ ഹോട്ടലിൽ. അപ്പോൾ ഞാൻ പറയും എനിക്ക് കപ്പ് മതി, ഞാൻ കപ്പ് കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ നിങ്ങളത് അലിഗേഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് എങ്ങനെയും നിർത്തിയിട്ട് പോട്ടെ എന്ന് പറയില്ലേ? മനസ്സിലായി? അതേപോലെയാണ് അവിടുത്തെ കണ്ടസ്റ്റൻ്റ് ഉണ്ടായതൊന്നുമില്ല. ലാസ്റ്റൊക്കെ അക്ബറൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, എങ്ങനെയെങ്കിലും ഇവർക്ക് കപ്പ് കൊടുത്ത് ഒഴിവാക്ക്, എനിക്ക് കപ്പും വേണ്ട കോപ്പും വേണ്ട, എനിക്ക് ലൈഫിൽ എനിക്ക് ബുള്ളിങ് വരാഞ്ഞാൽ മതി ഇവളെ കാരണം കൊണ്ട്. സെയിം കാര്യമാണ് അവിടെ വന്നു പോയ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. റീ എൻട്രി കയറിയ ആൾക്കാരാണ് ഇവളെ കൊണ്ട് കപ്പടിപ്പിച്ചതെന്നാണ് പ്രമുഖരായിട്ടുള്ള പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീ എൻട്രി കയറിയ ആളുകൾക്ക് എന്തുകൊണ്ടാണ് അനുമോളുടെ അടുത്ത് മാത്രം പ്രശ്നം? ചോദ്യമല്ലേ, എന്തുകൊണ്ടാണ് അനുമോളുടെ അടുത്ത് മാത്രം പ്രശ്നം? അവിടെ ഷാനവാസായിട്ടും അക്ബറായിട്ടും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് നെവിനായിട്ട് അനീഷിനായിട്ട് പ്രശ്നമുള്ളവരൊന്നും ഇല്ലേ ആ വീട്ടിനകത്ത്? അപ്പോൾ വീട്ടിനകത്ത് ഏറ്റവും വലിയ പ്രശ്നക്കാരി നിങ്ങളാണെന്നുള്ളത് നിങ്ങൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കളിച്ചതാണെന്നുള്ളത് നാട്ടുകാരോട് പറയുക. പിആറിന്റെ
അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ 15-16 ലക്ഷം ഒന്ന് വാരി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി. അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഫെയിം ഉണ്ട്, അതൊക്കെ ചെയ്ത് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പ്രോഗ്രാമും കാര്യങ്ങളുണ്ട്, ഞാൻ അത് ചെയ്ത് ഓണോ എനിക്ക് ഒരുപാട് പ്രോഗ്രാം വരുന്നുണ്ട്, അടുത്ത സീസൺ നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ പിന്നെ ഞാൻ വീട്ടിൽ ആർക്കും താല്പര്യം ഇല്ലായിരുന്നു, ഒരു മനുഷ്യർക്ക് താല്പര്യമില്ല ഇതിലോട്ട് വരുന്നതെന്ന്. പിന്നെ നിർബന്ധിച്ച് എടുത്ത് സംസാരിച്ച് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കാണ് പൈസയുടെ കാര്യത്തിൽ. ഞാൻ കളഞ്ഞിട്ടൊന്ന് പൈസ പോലും ഞാൻ എടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുവരും, അത് ഞാൻ വേറെ കാര്യം. പക്ഷെ ഞാൻ അങ്ങനെ പൈസ ഒന്നും കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാല് അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നതെന്ന് കുറച്ച് പേര് പറഞ്ഞു. അനുവിന് ഓൾറെഡി ഫെയിം ഉള്ളത് കൊണ്ടും അനുവിന് ഈ പറയാൻ അവിടെ വരുന്നതിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, വരുന്നതിൽ അനുവിന് കുറച്ച് ഫെയിം ഉള്ളത് കൊണ്ട് അനുവിന് വലിയ എമൗണ്ടും തരണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ വിളിച്ചവരാരും അനുവിനെ ജയിപ്പിച്ചു തരാം, അനുവിനെ ജയിപ്പിച്ചു തരാമെന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടേത് ഞങ്ങളാണ് ചെയ്തത്. കാര്യം പുറത്ത് പറയുന്നത് അങ്ങനെയാണ്. അതായത് അനുവിനെ ജയിപ്പിക്കുന്നത് PR ആണ്. അനുവിനെ ജയിപ്പിക്കുന്ന അതായത് അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്ത് തുടങ്ങി അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു. അതെ. അപ്പം പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്തിനാ ഈ ജെന്യൂനായിട്ട് നിന്നുള്ളത് പുട്ടിൽ തേങ്ങ ഒരു ഇൻ്റർവ്യൂവിൽ കുറേ വട്ടം പറയുന്നുണ്ട്. PR ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തു, എത്ര രൂപയെ കൊടുത്തതെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി അതിലും കൂടുതൽ കൊടുക്കില്ല, ഞാൻ പിശിക്കുകയാണെന്ന് പറയുന്നു. ഒരു സൈഡിൽ അനുമോളുടെ അമ്മേനോടും വീട്ടുകാരോടും ചോദിക്കുന്ന സമയത്ത് 1 രൂപ കൊടുത്തിട്ടില്ല, ഇനി ആ മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പൊന്നും ഞാൻ വെക്കുന്നില്ല. വിനു എന്നെ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ അത് വിനു മുഖം രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനു ദിസ് ഈസ് അനുമോൾ. ലാസ്റ്റ് അനുമോളുടെ വീടിൻ്റെ മുന്നിൽ പോയിരുന്ന് ജയ് വിളിക്കേണ്ട ഒരു അവസ്ഥ വരുമോ? എഡിറ്റേഴ്സ് ചെക്കന്മാരെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വക്കീലിനെ റെഡിയാക്കി വെച്ചോ, നേരെ ഇതൊക്കെ തിരിയും ചിലപ്പോൾ. ഒരു എമൗണ്ടിലാണ്ട് ഒതുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഉണ്ട്, PR ഒക്കെ കൊടുത്ത് സെറ്റാക്കി പഠിച്ച് എല്ലാം അഞ്ജന ചോദിച്ച ചോദ്യം കറക്റ്റാ. 1 ലക്ഷത്തിന് ഇങ്ങനെ പണിയെടുക്കുന്ന PR കൊള്ളാലോ. അവൻ അടുത്ത കൊല്ലം ബിഗ് ബോസ് ഷോൻ്റെ ഭാഗമാക്കാമല്ലോ ഇനുവിനെ, ഡെഫിനറ്റ്ലി. കാരണം 1 ലക്ഷത്തിന് അനുമോളെ കൊണ്ട് കപ്പടിപ്പിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊരു 10 ലക്ഷം കൊടുത്താൽ ഈ ഷോനെ വേറെ ലെവലിൽ PR ചെയ്തിട്ട് മലയാളം ബിഗ് ബോസിനെ ലോകം മൊത്തം അറിയുന്ന രീതിയിലാക്കി കൂടെ വിനുവിന്. അത്രയും കഴിവുള്ള ഒരാളാണ് വിനു എന്നുള്ളതാണ് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനുഷ്യന്മാർ വിശ്വസിക്കേണ്ടത്, അഞ്ജനയ്ക്ക് വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല 1 ലക്ഷത്തിന് ഇത്ര പണിയോ. 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറി ഒരു പഠിച്ചിപ്പാറോ വീട്ടില് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ. അമ്മയും ചേച്ചിയൊക്കെ അമ്മയും ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിലും ഞാൻ വന്നിട്ട് ഞാൻ ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ അവരോട് ചെയ്യണ്ട, നീ ചെയ്ത കൊള്ളാവൂ എന്നൊക്കെ പറയും. പക്ഷെ എന്നെ കിച്ചണിൽ കേട്ടത്തില്ല, 2 പേരും എന്നെ കേട്ടത്തില്ല. എന്തെങ്കിലും അരിയാൻ വേണ്ടി മാത്രം തേങ്ങ തിരുമാൻ അങ്ങനെയൊക്കെ കേട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അവർക്ക് ഇവിടെ വരുന്നതിന് മുന്നേ എന്നോട് ചേച്ചി പറഞ്ഞറിയോ, ചപ്പാത്തി വരത്താനെങ്കിലും പഠിച്ചിട്ട് പോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തക്കാളി കറി. അതായത് അവിടെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞായിരുന്നു, ഇവിടെ ഇങ്ങനെ പരിപ്പാണ് കിട്ടുന്നത്, ആട്ടമാവായിരിക്കും, പിന്നെ ഇങ്ങനെ ചിക്കനും മട്ടനും ഒന്നും കിട്ടില്ല എപ്പോഴും. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ആര്യ ചേച്ചി പറഞ്ഞു, ഞാൻ ഒരു കറി പറഞ്ഞ് സവാളയും ഇട്ടിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അവിടെ ആരെങ്കിലും ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം അതൊന്നും അറിയാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര ധൈര്യത്തോടു കൂടി കിച്ചണിൽ നിൽക്കുന്നുണ്ടല്ലേ, ഒരുപാട് പരിചയമുള്ള ഒരാളെ അത് എല്ലാരും പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല. ഒന്നത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കുറച്ച് സ്നേഹമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആരെ പറയുന്നത്, എത്ര ക്ലിപ്പാ പുറത്ത് വന്നേ അനുമോളെ. ഇതെന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു സിമിലർ പാറ്റേൺ ഉണ്ട് ഈ ജിൻഡോയ്ക്കും അനുമോക്കും. ജിൻഡോ ഈ സിഗരറ്റ് വലിൻ്റെ കേസിൽ ബിഗ് ബോസിൽ പറഞ്ഞൊരു ബ്ലണ്ടർ ഉണ്ട്, അതിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ബിഗ് ബോസിൽ വരാൻ വേണ്ടി സിഗരറ്റ് വലി പഠിച്ചു. ബിക്കോസ് സിഗരറ്റ് വലിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും നടക്കുന്ന സ്ഥലം എന്നുള്ളത്. ഞങ്ങളെ സീസണിൽ സിഗരറ്റ് വലിച്ചിരുന്ന കണ്ടസ്റ്റൻ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജിൻഡോ, ഒന്ന് ജാൻമണി, ഇവരാണ് സിഗരറ്റ് കോമ്പോ ഉണ്ടായിരുന്നത്. പിന്നെ വളരെ റെയറായിട്ട് പോകുന്ന അവിടെ പോകുന്ന 1-2 പേര്, വെരി റെയർലി, അല്ലാതെ അതും 1-2 ആൾക്കാരേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ആരും ഇല്ല. അങ്ങനെയുള്ള ഒരു സീസണായിരുന്നു ഞങ്ങളത്. അവിടെ എന്ത് പ്ലാനിങ് പ്ലോട്ടിങ്ങും. ബിഗ് ബോസിന് വേണ്ടി സിഗരറ്റ് വലിക്കാൻ പഠിച്ച ജിൻഡോ,
ഇപ്പോൾ വഴി നിർത്താൻ പറ്റുന്നില്ല. നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന അനുമോള് ബിഗ് ബോസിന് വേണ്ടി കുക്കിംഗ് മറന്നു. എന്നിട്ട് ബിഗ് ബോസ് പോയി കുക്ക് ചെയ്തു. യാരടാ നിങ്ങയൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഒന്നും അല്ലാത്ത രീതിയിലുള്ള കിടിലൻ മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ. മനസ്സിലായോ? നമ്മളെ കൊണ്ട് ഒക്കൂലടേ ഇമാതിരി നാടകവും സ്ക്രിപ്റ്റൊന്നും. ഹോണസ്റ്റ്ലി മാൻ, എന്ത് സിമിലാരിറ്റി അറിയോ ഇവരുടെ ലൈൻ രണ്ടും, ഈ അനുമോളുടെ ലൈനും ജിൻഡോൻ്റെ ലൈനും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞ കട്ടപ്പാന്ന് ഞാൻ ഈ കാർഡ്സ് വന്നപ്പോ വെറുതെ വിളിച്ചതാ. ആ ടൈമിൽ പിണങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അത് ചെറിയൊരു പിണക്ക്, സൗന്ദര്യ പിണക്കായിരുന്നു. അപ്പൊ ഇങ്ങോട്ടൊന്നും മിണ്ടാതെ ഞാനും അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമില് അവളെ ഞാൻ വൈറ്റ് കാർഡ്സ് വന്നപ്പോ ഇവളെ കട്ടപ്പാന്ന് വിളിക്കാണ്ട് ഞാൻ ശൈത്യാണ് കട്ടപ്പ, ഇങ്ങനെയൊക്കെ എനിക്ക് കാണിച്ചു തന്നതാണ് കട്ടപ്പാന്ന് രണ്ടുപേരേക്ക് പറഞ്ഞിരുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞു, അതെനിക്ക് പിന്നെ മനസ്സിലാവുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ശൈത്യം നോക്കിയിട്ട് കട്ടപ്പ എന്ന് വിളിച്ചപ്പോ ശൈത്യ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ട്രിഗറായി. അപ്പൊ പുള്ളിക്കാരി ദേഷ്യമായി. അത് കഴിഞ്ഞ് ഞാൻ 3 തവണ ടോട്ടലി വിളിച്ചു കട്ടപ്പാന്ന്. അങ്ങനെ ദേഷ്യം അത് പറഞ്ഞു തീർത്തില്ലായിരുന്നല്ലേ? പറഞ്ഞു തീർക്കാൻ വേണ്ടി പുള്ളിക്കാരി പോയി വരണ്ടേ, ഫുൾ ടൈം പുള്ളിക്കാരി ആ ഗ്യാങ്ങിലായിപ്പോയി. വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നോക്കുമ്പോഴൊക്കെ ശൈത്യേനെ വെറുതെ പോണ വഴിക്ക് വയൽക്കാർസ് പറഞ്ഞായിട്ട് കട്ടപ്പ എന്ന് വിളിച്ചപ്പോൾ ശൈത്യ തിരിഞ്ഞു നോക്കി. എങ്ങനെയുണ്ട്? ക്ലോസ് ഫ്രണ്ട്സ്, ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും അതിനകത്ത്. ഒരു വീക്കെൻഡ് എപ്പിസോഡിലാണ് ലാലേട്ടൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നത്. ആ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഏകദേശം നമുക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതുപോലെ അനുമോക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സീനിനകത്ത് ശൈത്യ നീച്ചു എന്ന് പറഞ്ഞതൊന്നും അല്ല, അവർ രണ്ടുപേരും ഒപ്പായിരുന്നു എന്നുള്ള ഒരു കാര്യം. മേ ബി അതിന്ന് വന്ന ഒരു സംഗതി ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ വൈൽഡ് കാർഡും കൂടി വന്ന സമയത്ത് പുറത്തിങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, പേഷ്യാനായിട്ട് അടക്കട്ട ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു ആംഗിൾ പുറത്ത് ചർച്ചയാണെന്ന് പറഞ്ഞ സമയത്ത് നൈസായിട്ട് അത് ഇട്ട് കൊടുത്ത് ചങ്ക് ഫ്രണ്ടിൻ്റെ അടുത്ത്. പിന്നെ അതിനൊരു റീസൺ, ചങ്ക് ഫ്രണ്ട് വേറെ ഗ്രൂപ്പിൽ പോയി കയറി. എങ്ങനെയുണ്ട്? ഈ സീസൺ കഴിയുന്നത് വരെ നൂറയുടെ അടുത്ത് ഈ ലാസ്റ്റ് വരെ പറഞ്ഞത് എന്താ? കാരണമുണ്ട്, ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം, കാരണമുണ്ട്. അതായിരുന്നു പറയുന്നത്. ഒരു കാരണമില്ല, ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാണ്. ഒരാളെ ഇതാ ഞാൻ പറഞ്ഞ അനുമോൾ ഈ സീസണിൽ ചെയ്ത ഏറ്റവും വലിയ പരിപാടി എന്താ അറിയോ? സ്വന്തമായിട്ടൊരു ORM, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജറേയും വെച്ചു. ബാക്കിയുള്ളവർക്ക് ഇതില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റെപ്യൂട്ടേഷൻ എടുത്ത് പൊളിക്കുകയും ചെയ്തു. സിമ്പിൾ, ബ്രില്യൻറ്റ്, രക്ഷയില്ലാത്ത കളി. ഒരുപാടുണ്ട്. നെവിൻ കട്ടിലെ വെള്ളം ഒഴിച്ചില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒഴിക്കുമെന്നുള്ളത്. അപ്പം പെട്ടെന്ന് എൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ബെഡും മരവും ഒക്കെ. ബെഡും മരം ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ ഇരുന്ന് നോക്കിയാലല്ലേ ബാക്കിയുള്ളവരുടെ കിടക്കുന്ന സ്ഥലത്തേക്ക് കാണാൻ പറ്റൂ അല്ലേ. പിന്നെ നെവിൻ ബെഡിൽ വെള്ളം ഒഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബെഡാണ്. സീൻ അതൊന്നും അല്ല, നീച്ച് നിന്നിട്ട് ക്യാമറേനെ കെട്ടിപ്പിടിച്ച് ഒഴിക്കടാ ക്യാമറയും കൂടിയും കൂട്ടി വെള്ളം എന്ന് പറഞ്ഞതാ. നെവിന് ബുദ്ധിയുള്ളതുകൊണ്ട് താഴത്ത് ബെഡിൽ ഒഴിച്ചു കൊടുത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ 1.5 ലക്ഷം റുപ്യയും ചെക്കനെ കട്ട് ചെയ്തു. പ്രോപ്പർട്ടി ഡാമേജിൻ്റെ പേരിൽ ചെക്കൻ എന്ത് ചെയ്യും? വലിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വാക്കും. എന്താ വിളവ്? എന്നിട്ട് വന്നിരുന്ന് പറയുന്നത് ഇപ്പോൾ ബെഡിൽ വെള്ളം ഒഴിച്ചത്. ഓ സമ്മതിച്ചടേ. നമ്പർ എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ അക്ബറിനെ ചെന്നിട്ട് കരിവാരിത്തേക്കെന്ന് പറയാൻ പറഞ്ഞു കിട്ടുമെന്ന്. ഞാൻ ഈ ഷോയിൽ വരുന്ന ചേച്ചി ചോദിച്ചില്ലേ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ്? ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടാണ് വന്നത്. ഞാൻ ഈ ഷോയിൽ വന്ന കള്ളം പറയില്ല. വീട്ടിലൊക്കെ കള്ളം പറയും, കുഞ്ഞു കള്ളം. അല്ലാത്ത ഇവിടെ വന്ന കള്ളം പറയും, കുഞ്ഞു ഇതെടുത്തില്ല. പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഞാൻ കള്ളം പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ഈ ഒരു ഷോയിൽ 1072 ക്യാമറ ഉള്ള ഷോയിൽ ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ചാൽ അത് പൊളിക്കാനും, നമ്മൾ എത്ര കള്ളം കാണിച്ചാലും അത് എപ്പോഴും പിടിക്കപ്പെടും എന്ന് എനിക്ക് നന്നായിട്ട് ബോധമുള്ളതാണ്. എങ്ങനെയുണ്ട്? കള്ളം പറയില്ല, കള്ളമേ പറയില്ല എന്ന് പറഞ്ഞ അനുമോള്. എൻ്റെ പൊന്നെ അനുമോളെ, അത് നാട്ടുകാർ കണ്ടത്. ആരും ഗിസേൽ വിഷയത്തിൽ ലാലേട്ടനും ബിഗ് ബോസും അടക്കം നാട്ടുകാരടക്കം കാണാത്തൊരു സീന് കണ്ടു എന്ന് പറഞ്ഞ് ബാലാമണി കളിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. മനസ്സിലായ? ആ നിങ്ങൾ ഈ പറഞ്ഞ ആദില നോറയുടെ വിഷയം എനിക്ക് തോന്നുന്നില്ല. അതെ, ആ വിഷയത്തിൽ ആദിലയും നിങ്ങളും ഒരുപോലെ എന്തോ സ്കീമുണ്ട് രണ്ടുപേർക്കും. അത് റിവീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓറൽസ് കഴിഞ്ഞല്ലോ, അത് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോയിക്കോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വന്ന് പറയരുത്. നിങ്ങൾ നുണ പറയാറില്ല അല്ലെങ്കിൽ നുണ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയരുത്. കൊള്ളാം. അടുത്തത് 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ആർക്ക്? അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഞാൻ പറഞ്ഞു
50,000 പറഞ്ഞ വോട്ട് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു അല്ല, PR-ന്റെ അടുത്ത് 50,000 രൂപ കൊടുത്താൽ അവര് വോട്ട് മേടിച്ചു കൊടുക്കും. അയ്യോ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. 50,000 കൊടുത്ത PR വോട്ട് മേടിച്ചിരുന്നു. ഇല്ലില്ല, അങ്ങനെയല്ല. അത് നമ്മൾ അല്ലാണ്ട് സംസാരിക്കുന്നത്. അതായത് ഓരോ PR പറയത്തില്ലേ, വോട്ടിന്റെ കാര്യമല്ല, സപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് അങ്ങനെയൊക്കെ ആക്കിക്കോട്ടെ. എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് അതൊന്നും പ്രശ്നമില്ല. ആൾക്കാർക്ക് എന്തും പറയാം നിലനിൽപ്പിന് വേണ്ടിട്ട്. എന്താണെങ്കിലും മെഴുകുക. 50,000 രൂപ കൊടുത്താൽ 100ക്ക് വോട്ട് മേടിച്ച് തരുന്ന PR എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് അതിലേനോട് പറഞ്ഞിട്ട് അവ എഴുതി കൊടുത്തിട്ടുണ്ടാവും നമ്പർ. ഉറപ്പല്ലേ? PR പുറത്തിരുന്ന സമയത്ത് അനുമോളകത്ത് കയറുന്നതിന് മുന്നേ അനുമോളോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് ഓൾറെഡി ഒരു 60-50 ദിവസം, ഇത് വിനുവിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള 60-50 ദിവസം നിൽക്കാനുള്ള അല്ലെങ്കിൽ ഒരു 80 ദിവസം നിൽക്കാനുള്ള ഫാൻ ബേസ് നിനക്കുണ്ട്. നിനക്ക് ആവശ്യം വോട്ടാണ്. ആ വോട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നീ ഇനാഗ്രേഷൻ, ഇതേ ഇൻ്റർവ്യൂവിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ട്, 10-25-200 കോളേജ് എന്നൊക്കെ പറഞ്ഞ് കുറേ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ 2000 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് സ്റ്റാർ മാജിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഫാൻ ബേസ്. പിന്നെ ആകെ ആവശ്യം വോട്ടാണ്. വോട്ടിന് വേണ്ടിയിട്ടാണ് ORM-ഉം PR-നെയൊക്കെ വെച്ചത്. അത് കാശ് കൊടുത്ത് നൈസായിട്ട് മേടിച്ചു. അതന്നെ ഞാൻ ടൈറ്റിൽ എഴുതിയിട്ടുള്ളത്. പ്രൗഡ് വിന്നറല്ല, പെയ്ഡ് വിന്നറാണ്. മനസ്സിലായോ? പൈസ കൊടുത്ത് മേടിച്ചോ. അതിനിപ്പോൾ എന്താ കുഴപ്പമെന്താ? അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. ആ ഫേക്ക്നെസ് അവിടെ പൊളിഞ്ഞേ. കാശ് കൊടുത്താൽ വോട്ട് കിട്ടുന്നുള്ളത് അറിഞ്ഞകത്ത് കയറിയ ഒരാൾ. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഇനി അന്തങ്ങൾ ഒന്ന് കരയില്ല പ്ലീസ്. ബിഗ് ബോസിനെ കൂടെ വഴക്ക് പറഞ്ഞു. ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ എന്താ ക്യാപ്റ്റൻ ആക്കാത്ത? 100 ലാസ്റ്റ് ക്യാപ്റ്റൻ ആക്കി. എനിക്ക് വന്നപ്പോഴേ ഉള്ള ഒരു ആഗ്രഹം എന്താ അറിയോ, ക്യാപ്റ്റൻ ആവണം. കാരണം എനിക്ക് ഒരുപാട് എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞു, നീ അവിടെ ചെന്ന ഉടനെ ക്യാപ്റ്റൻ ആവണം കേട്ടോ, അടിപൊളിയാണ്, എനിക്ക് അവിടെ ഷൈൻ ചെയ്യാം. അപ്പം എനിക്ക് ഷൈൻ ചെയ്യുന്നില്ല, എനിക്ക് ആ വീട് ഇങ്ങനെ ഭരിക്കണം, ഒരു ഗൃഹനാഥ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ എനിക്കുള്ള കാര്യം പറയില്ല. എനിക്ക് അവിടെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് ആരും തോന്നിയില്ല. ഞാനായിരുന്നെങ്കിൽ എല്ലാവരും പാഠം പഠിപ്പിച്ചേനെ. ഭയങ്കര പ്രശ്നം ഉണ്ടായേനെ അവിടെ. കാരണം എല്ലാവരും മടിയന്മാരുവാ സത്യമായിട്ടും. ഞാൻ ഇപ്പൊ അത് ഇറങ്ങാൻ നേരത്ത് പോലും കഴിച്ച പാത്രം പോലും കഴുകി വെക്കാത്ത കുറച്ച് പേരുണ്ട് അവിടെ. ഈ വീട്ടിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാതെ പോയപ്പോ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങളും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. ശരിക്കും കുറെ കാര്യങ്ങൾ കുറെ ആളെ അനുമോൾ പഠിപ്പിച്ചു, എങ്ങനെ അനുമോളെ പോലെ ആവരുത് എന്നുള്ളത്. അതെല്ലാം ഉണ്ടായ സത്യത്തിൽ. ഇപ്പോഴും കുറ്റം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനാണ്. ഒരു പണിയെടുക്കാതെ പാത്രം കഴുകാൻ പറഞ്ഞാൽ പകുതി പാത്രവും കഴുകി വെച്ച്, ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുക, ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആവുക, എന്തൊക്കെ പരിപാടികളുടെ കാണിച്ചു കൂട്ടി. എന്നിട്ട് സ്വയം പെർഫെക്റ്റാണ്, ബാക്കിയുള്ളവർ പെർഫെക്റ്റ് അല്ലാതെ. കൊള്ളാം, ദ ബെസ്റ്റ് വിന്നർ. എന്താണെങ്കിലും അത് അടിപൊളിയായി. എങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഹൗ കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, അനുമോളോട് പണിയെടുക്കാൻ പറഞ്ഞാൽ അനുമോള് പണിയെടുക്കില്ല, അനുമോള് മാറിയിരിക്കും. കൃത്യം അനുമോൾക്ക് ആ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി മാത്രം ചെയ്യണം, വേറെ ഒരു പണിക്കും അനുമോളെ കിട്ടില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ അടിയാ വീട്ടിൽ. എന്നിട്ട് സ്വയം മിസ്റ്റർ പെർഫെക്റ്റ് ആണ്. അനു 2-3 പ്രാവശ്യം അകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ലാലേട്ടനും ചോദിച്ചു കണ്ടന്റ് ഇല്ലേ, നമ്മൾ എപ്പോഴെങ്കിലും അനുവിനോട് പറഞ്ഞു വിട്ടിരുന്നു കൊടുക്കുന്ന കാശിന് കണ്ടിട്ട് തരണം. അതെനിക്ക് അത്ര ദേഷ്യം വന്നപ്പോ പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അടുത്ത് അക്ബർ പറഞ്ഞു, ഞാൻ ഈ ജയിലിൽ എല്ലാരും ഞാൻ ആ ചിന്തിക്കത്ത് കൂടിയില്ല. ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടുതൽ എന്ത് അവിടെ നടക്കാനാ, ഭയങ്കര ചൂടും കൊതുകും ഈച്ചയും കിടക്കുന്ന സ്ഥലം. അപ്പം ആ ടൈമിൽ ഇപ്പൊ നല്ലൊരു ആൾ, അതായത് പപ്പാനെയോ വന്നെങ്കിൽ നമുക്കൊരു തമാശ എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മണിക്കൂർ എന്ത് സംസാരിക്കാം, ഒന്നുമില്ല സംസാരിക്കാം. പുറത്തെ കാര്യങ്ങളാണെങ്കിൽ ഒന്നും സംസാരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അതായത് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പൊ എനിക്ക് ദേഷ്യം വന്നപ്പോ പറഞ്ഞു, അതെ ജയിലിൽ കണ്ടന്റ് കൊടുക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി, എനിക്ക് ഓർമ്മ വരുന്നില്ല, കേട്ടാലും പറയാൻ പറ്റുമോ. അപ്പൊ പുള്ളി ഞാൻ ജയിലിലെങ്കിലും പോയി കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ, കിട്ടുന്ന കാശിനെങ്കിലും നമ്മൾ എന്തെങ്കിലും കാണിക്കേണ്ടത് എനിക്ക് ദേഷ്യം വന്നപ്പോ പറഞ്ഞതാണ്. എപ്പോഴും പക്ഷെ ആദ്ലാനൂരിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഹാളിലെ ആ ഇതിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കൊടുക്കുന്ന കാശിന് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ആദ്ലാനൂരിന്റെ അടുത്തല്ലേ ആരോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 50,000 ഓർമ്മയില്ല, കാശിന് കണ്ടന്റ് കൊടുക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയില്ല, ചില കാര്യങ്ങളൊന്നും അനുമോൾക്ക് ഓർമ്മയില്ലേ. ചെറിയൊരു പ്രശ്നമാണ്, ചെറിയ മറവീൻ്റെ പ്രശ്നമുണ്ട് ഈ കുട്ടിക്ക്, ചിലതൊക്കെ മറന്നു പോകും. അഞ്ജന അത് കുത്തി ചോദിക്കുന്നില്ല. ബാക്കി കണ്ടസ്റ്റൻസിനോടൊക്കെ അഞ്ജന ചോദിച്ചിട്ടുണ്ട്, വിന്നറോട് ചോദിക്കുന്നില്ല അഞ്ജന. അങ്ങനെ ഒരു പ്രിവിലേജ് ഈ പറഞ്ഞ വിന്നർക്ക് അഞ്ജന കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ അനുമോള്? കാരണം അവിടെ ഇരുന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടതാ. ഓക്കെ, നിങ്ങൾ പൈസ മേടിച്ചു, നിങ്ങൾ കണ്ടന്റ് കൊടുത്തോ, നിങ്ങളുടെ ഇഷ്ടം, ആക്സെപ്റ്റ് ചെയ്യണ്ടേ?
അറ്റ്ലീസ്റ്റ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും നീ കിട്ടും, ഇതിനൊക്കെ ഉത്തരം വരുമായിരിക്കും. ഇതല്ലല്ലോ, ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇറങ്ങിയ സമയത്ത് എടുക്കുന്നതാണ്, പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഇനി പുറത്ത് വന്ന് ഒന്നും കൂടി PR പഠിപ്പിച്ചിട്ട് കുറച്ച് ഇൻ്റർവ്യൂസ് ഉണ്ടാവും, അതിൽ കുറേ വെറുപ്പിക്കലൊക്കെ വരും. എനിക്ക് വിളിക്കണം. ഞാൻ പറയാം, പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ 15-16 ലക്ഷം കൊടുത്താണ്. ഞാൻ പറയല്ലോ, എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പം ഇല്ലായ്മയിൽ നിന്ന് വന്നൊരാളാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അറിയാത്ത കുറെ, ഞാൻ പുറത്ത് അങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ല ഈ കാര്യങ്ങൾ. എനിക്കുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ അനുവിന് കുറെ ഇനാഗുറേഷൻ, അനു അത് കാറി വന്നിറങ്ങുന്നു, അത് ചെയ്യുന്നു, ഭയങ്കര റിച്ച്, അങ്ങനെയൊക്കെ ചില ആൾക്കാർ പർദ്ദയിട്ട് ട്രെയിനിൽ പോകുന്ന അനുവിനെയും നമുക്കറിയാം, അതും അറിയാം. അല്ലാതെ ഞാൻ ലോറിയിൽ കയറിയും പോയിട്ടുണ്ട്, അതും നമുക്കറിയാം. അതെ, ഇന്ന് രാത്രി അനുമോളുടെ ORM PR ബേസ്ഡ് ആയിട്ടുള്ള ബെൽറ്റ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അനുമോൾ അന്തങ്ങൾ പറയാൻ പോകുന്നത്, ബിഗ് ബോസ് ട്രോഫി കിട്ടിയതിന് ശേഷം എക്കണോമിക് ക്ലാസ്സിൽ വന്ന അനുമോളെ കണ്ടോ അതായിരിക്കും. ഞാൻ കുറേ റീല് കണ്ടു, ചെന്നൈയിൽ നിന്ന് കയറിയപ്പോൾ എക്കണോമിക് ക്ലാസ്സിലാണ് കയറിയുള്ളത്, ബിസിനസ് ക്ലാസ്സിലല്ല. ഭാഗ്യം പോണ ഏതെങ്കിലും പാണ്ടി ലോറിക്ക് കൈ കാട്ടിയിട്ട് കേരളത്തിൽ കയറി വരാഞ്ഞത് അനുമോള്. അടുത്തത് അല്ല, ഇങ്ങനെ PR-ന് 15 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും പുള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് 15 കൊടുത്തുന്ന്. അപ്പൊ അങ്ങനെ അല്ലല്ല, ശൈത്യ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പുള്ളിക്ക് പിടിച്ച് നിൽക്കാം. ഞാനേ ഈ പുള്ളി മെയിനായിട്ട് എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക്, അതായത് സീസണിൽ ഉണ്ടായിരുന്ന ഒരുപാട് ചോദിച്ചു, എനിക്ക് ഒന്നത്തെ കാര്യം, എനിക്ക് ആരെയും വിശ്വാസമില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുന്ന ഞാനാണ്, എനിക്കൊരു മാനേജർ ഇല്ല, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എല്ലാം ഞാനാണ്. ഞാൻ ഒരു ഡ്രൈവർ പോലും എനിക്കില്ല. ഞാൻ അതുപോലും ഞാൻ പിശു കാണിക്കുന്ന ആയിരിക്കാം. അത് പറയുന്നത് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ട് എന്നല്ല, എന്നോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. ഇത് കേൾക്ക് ഫുള്ളായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്ന് 15നെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത്. വിനു ആണെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഈ 13 to 15ന്റെ ഒരു കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനു എവിടെയും പറഞ്ഞിട്ടില്ല അനുമോൾ 1 ലക്ഷം തന്നിട്ട് ടാറ്റ ബൈ പറയുന്നുള്ളത്. ഡീൽ വാസ് സ്പോക്കൺ, ലൈക്ക് എന്താ പറയുക, ഒരു ഡീൽ എന്താണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ലക്ഷങ്ങളുടെ കാര്യം, ഈ കണക്ക് ഈ 13, 14, 15 ബെൽറ്റ് കിടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ, അനുമോളുടെ വായനപ്പത് ചാടും ചെയ്തു. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നത് എന്താ അറിയോ, അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യം. അനുമോള് ഭയങ്കര ദുരവസ്ഥ, ചാണകം മെഴുകിയ വീട്. കുറേ റീല് കണ്ടു അനുമോളുടെ കുറേ റിലേറ്റീവ്സ് ക്യാമറ വരുമ്പോൾ ഓടിപ്പോയി പഴയ വീടിന് ഭിത്തി കയറിയിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ നോക്കുന്ന സമയത്ത് ചേച്ചിയും ബാക്കിയുള്ളവരൊക്കെ 2 വീടുണ്ട് അവർക്ക്, 2 വീടുണ്ട്, 2 കാറുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഒരു കാറും കൂടി, ഈ സീസണിൽ ഒരു കാറും കൂടി കിട്ടി, ഇപ്പോൾ 3 കാറും 2 വീടും, ഈ ഒരു വീട് വെക്കണം എന്ന് പറയുന്നുണ്ട്. കാണുന്ന ശരിക്കുള്ള, അപ്പോൾ അനുമോൾ അനുഭവിച്ചിട്ടുണ്ടാവും അവിടെ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സ്ട്രഗിളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ബിഗ് ബോസിൽ കയറാൻ പോകുന്ന അനുമോൾക്ക് ചിലപ്പോൾ EMIയും കാണും, ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കേണ്ട ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു, വർക്കില്ലാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. പക്ഷേ ഷാനവാസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വർക്കിന് പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർ ഈ സീസണിലുണ്ട്. ഓക്കെ, അവരൊന്നും ആ സെൻറ്റിമെൻറ്റ്സ് പുറത്ത് അവരുടെ PR ORM അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, അകത്തും അവർ സംസാരിച്ചത് വളരെ കുറവാണ്. പക്ഷേ അനുമോൾ ഇത് അകത്തും അടിച്ചിട്ടുണ്ട്, അനുമോൾക്ക് വേണ്ടി ഇത് പുറത്തും അടിക്കുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സാധാരണക്കാരനൊരു കപ്പ് എന്നുള്ള അനീഷിനെ സ്പ്രെഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ EMI മോള്, ഒന്നുമില്ലാത്ത മോള്, കഷ്ടപ്പെടുന്ന അനുമോള്, ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഞാനാണ് പുള്ളി അടുത്ത് പോയത് കേട്ടോ, പുള്ളി ഇങ്ങോട്ട് വന്നതല്ല. ഞാനാണ് പുള്ളിയെ ഞാൻ വിളിച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല. കാരണം പുള്ളി റെസ്പോണ്ട് ചെയ്യാണ്ട് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. കാരണം ആരും എനിക്ക് പരിചയമില്ല, എനിക്ക് വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഓൾറെഡി ഞാൻ എടുത്തു പോയി എന്ന് പറഞ്ഞു എന്നെ കൈവിടരുത്, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ മെസ്സേജ് പുള്ളിയുടെ കയ്യിൽ കാണും, വിളിക്കുക, സംസാരിക്കുക, മെസ്സേജ് അയച്ചു, എന്നെ കൈവിടരുത്, എനിക്ക് ആരുമില്ല. ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴാണ്, ഞാൻ കരഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഓക്കെ നോക്കാം, ഒന്ന് ടൈം തരാൻ പറയാം. അങ്ങനെ 1 ദിവസം വീണ്ടും തന്നിട്ടായിരുന്നു. അങ്ങനെ ഇന്ന സമയത്ത് പുള്ളി 15 നോക്കും.
ഞാൻ പറഞ്ഞിട്ട് പൊന്നു ചേട്ടാ, ഞാൻ ആ 15 ഉണ്ടെങ്കിൽ എനിക്ക് 30 ലക്ഷം രൂപയുടെ കടത്തിന് ഞാൻ 15 ഞാൻ അടയ്ക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ഒന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു, പുള്ളി നിങ്ങൾ വേണമെങ്കിൽ അവിടെയുള്ള ആരെ വേണമെങ്കിൽ എടുത്തു, എനിക്കൊരു പ്രശ്നമില്ല, സപ്പോർട്ടായിട്ട് കൂടെ നിന്നാൽ മതിയാണ് പറഞ്ഞത്. അപ്പം ഓക്കെ ശരി അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അത് ഡീൽ ചെയ്തു. 1 ലക്ഷം ഡീൽ ചെയ്തത്. അപ്പൊ പക്ഷെ നമ്മൾ പുറത്തു വെക്കുന്നത് എന്താ അറിയോ, 15 ലക്ഷം രൂപ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കൊല്ലം മുഴുവൻ അനു ചെയ്യുന്ന ഇനോഗ്രേഷന്റെ ഭാഗം ഇതുവരെ ഞാൻ പറയും ഇനാഗ്രേഷൻ പോലും ഞാൻ ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാൻ ട്രെയിനിൽ പോകുന്ന ഒരാളാണ്. അനു ചെയ്യുന്ന ഇനോഗ്രേഷന്റെയും ബാക്കി കാര്യങ്ങളും പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ഞാൻ ഇവിടെ 50 ദിവസം നിന്നാൽ 25 ദിവസം നിന്നാൽ എനിക്ക് ഇനാഗ്രേഷൻ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞത് നമ്മള് കേട്ടത് അനു 10-16 ലക്ഷം രൂപ ഞാൻ പറഞ്ഞു തന്നോ നമ്മൾ കേൾക്കുന്നത്. അനു പറയാൻ നമ്മളവിടെ അനു സംസാരിച്ചിട്ടുണ്ട്. അനു 10-16 ലക്ഷം രൂപ കൊടുത്തു. അനുവിന് ഇനി കിട്ടാൻ പോകുന്ന എല്ലാ ഇനോഗ്രേഷൻ ഒരു പെർസെന്റേജ് PR-നാണ്. അവരാണ് ഇനി അനുവിന്റെ ഒരു കൊല്ലം കാര്യങ്ങളൊക്കെ നോക്കുക. അല്ല ഇപ്പൊ അനു പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. കുറച്ചും അനു പറഞ്ഞത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുമായിരിക്കും. 12 വർഷം ഞാൻ ആരെയും സമ്മതിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഇനാഗ്രേഷൻ പിടിച്ചു തന്ന ആൾക്കാർക്ക് ഞാനൊരു എമൗണ്ട് കൊടുക്കും. അവർ പോലും പ്രതിഷേധ എമൗണ്ട് ഞാൻ കൊടുക്കും. കഷ്ടം തോന്നും, കാരണം അവർക്ക് ഇതാണല്ലോ ഒരു വരുമാനം എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അല്ലാതെ ഞാൻ നമ്മൾ മാക്സിമം, കാരണം എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അച്ഛന് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല. അനുമോളോട് PR-ന്റെ കാര്യം ചോദിക്കുമ്പോൾ അനുമോള് കിടന്ന് ഉരുളും. ഓക്കെ, ഇത് ഭയങ്കര സ്ട്രെയിറ്റ് സാധനമാണ്. അനുമോൾ ഒരു 15-16 ആദ്യം ലക്ഷം എടുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്തിരിക്കുന്ന സമയത്ത് അനുമോൾ എന്ത് ചെയ്യണം, കുറച്ച് പൈസ അവിടെ അനുമോളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഫീഡ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ബിനു സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്താൽ മാത്രമേ എഡിറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ ഇവർക്ക് പറയാം ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്, 1 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് അനുമോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ചെയ്ത വിനുവിന് വേണ്ടിയിട്ടൊരു 5 ലക്ഷം ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു പോസ്റ്റൊക്കെ കാണാം, അനുമോൾ 5 ലക്ഷം കൊടുത്തു. പിന്നെ ഈ ഇനാഗ്രേഷൻസ് പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഓൾറെഡി ഒരു കമ്മീഷൻ കൊടുക്കും അനുമോൾ എന്നുള്ളത് അനുമോൾ തന്നെ പറയുന്നുണ്ട്. അത്രയേ അഞ്ജനിയും പറഞ്ഞിട്ടുള്ളൂ. ഒരു വർഷം വിനു അനുമോളെ മാനേജ് ചെയ്യും. ഇപ്പോൾ വിനു ജിൻഡോനെ ഇട്ടിട്ട് പോകാൻ ഒരു സോളിഡ് റീസൺ ഉണ്ട്. കാരണം ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നാളെ ജിൻഡോ പിടിക്കുന്ന വള്ളിക്ക് വിനു ഒപ്പം നിൽക്കേണ്ടി വരും. അനുമോളുടെ കേസിൽ അങ്ങനത്തെ വള്ളികളൊന്നുമില്ല. പക്ഷെ വിനു അനുമോളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ലിറ്ററലി ഒരു അടിമയായിട്ട് നിൽക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇത് അനുമോള് വിനു കുട്ടിയെ കൂടുന്നിടത്ത് കൂടുന്ന സ്കീമൊന്നുമല്ല. എന്താണെങ്കിലും വിനുവിന് കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ കാശ് മേടിച്ചിട്ട് പോരാൻ നോക്കളിയ. അടുത്ത സീസണിൽ വേറെ എന്തെങ്കിലുമൊക്കെ PR പിടി. ഇനി എല്ലാ അനുമോക്ക് എന്തെങ്കിലുമൊക്കെ എന്താ ആദ്യം കൊടുത്ത് നിങ്ങൾ തമ്മിലുള്ള അതൊന്നും പുറത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. PR മോശപ്പെട്ട പരിപാടിയൊന്നുമില്ല. പക്ഷെ PR ഇല്ല, കൊടുത്തിട്ടില്ല, അയ്യോ PR-നെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ സമ്മതിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ മാത്രമേ കാണൂ ഇത്. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എടുത്ത ഇൻ്റർവ്യൂ ആയതുകൊണ്ട് എവിടെയും ആർക്കും ഇടപെട്ടിട്ടൊന്നും പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പരിപാടിക്കൊന്നും ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിലെ ഇൻ്റർവ്യൂവിൽ വൻ രീതിയിലുള്ള വെളുപ്പിക്കൽ നമുക്ക് കാണാം. പല രീതിയിലുള്ള സുഖിപ്പിക്കൽ വെളുപ്പിക്കൽ പരിപാടികളൊക്കെ എടുക്കുമായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പെയ്ഡ് കപ്പാണെങ്കിലും അല്ലെങ്കിലും ഓക്കെ, വെൽ പ്ലേഡ് ആണെങ്കിലും വെൽ പെയ്ഡ് ആണെങ്കിലും കപ്പ് കിട്ടി. ഓക്കെ, കപ്പ് കിട്ടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കപ്പടിച്ചു. കപ്പടിച്ചതിൽ എല്ലാവരും സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ഒരു സീസൺ അങ്ങനെ പോയി. എന്താണെങ്കിലും അനുമോൾ ദ റൈസ് ഇവിടെ തുടങ്ങുകയാണ്.